Hello my dear students. Next നമ്മളുടെ ടോപ്പിക് ഫൈബർ ഒപ്റ്റിക് സെൻസർ ആണ്. ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിക് ഫൈബറിൻ്റെ വേറെ ആപ്ലിക്കേഷനാണ്. ഒരെണ്ണം നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ആപ്ലിക്കേഷനാണ് സെൻസറായിട്ട് യൂസ് ചെയ്യുക. സെൻസറായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, ഫോഴ്സ് ഇതൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഒപ്റ്റിക് ഫൈബർ യൂസ് ചെയ്യുന്നു എന്നതാണ് ഈ കേസിൽ സെൻസറായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ. നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരെണ്ണം ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസറും രണ്ടാമത്തത് ഫേസ് മോഡുലേറ്റഡ് സെൻസറും. ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസർ ആൻഡ് ഫേസ് മോഡുലേറ്റഡ് സെൻസർ. അതിൽ intensity modulator sensor is used to find either force or a pressure, and phase modulator sensor is used to find temperature, heat അല്ലെങ്കിൽ temperature measure used to find the temperature of the system. Now first we explain the first one, that is the intensity modulated sensor. ഒന്നാമത്തത് ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസറിൻ്റെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ ഈ ബ്ലോക്ക് ഡയഗ്രം ലേസർ സോഴ്സ് ആണ്. ലേസർ സോഴ്സ് എന്നുള്ള ലൈറ്റ് ഈ ലൈനായിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത് ഒപ്റ്റിക് ഫൈബർ കേബിളാണ്. അതാണ് OFC എന്ന് എഴുതി വെച്ചത്. അപ്പോൾ ഈ ഒപ്റ്റിക് ഫൈബറിൽ കൂടെ ഈ ലേസർ ലൈറ്റ് പാസ് ചെയ്യും. നമുക്കറിയാം മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ട് ആ ലേസർ ലൈറ്റ് എന്ത് ചെയ്യും, ഈ ഒപ്റ്റിക് ഫൈബറിൻ്റെ അകത്തൂടെ വരും. ആ ഒപ്റ്റിക് ഫൈബറിൻ്റെ അകത്തൂടെ എത്തുമ്പോൾ ഇവിടെ ഒരു ബീം സ്പ്ലിറ്റർ ഉണ്ട്. ബീം സ്പ്ലിറ്റർ എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന ലൈറ്റിനെ ഈക്വൽ ആയിട്ട് രണ്ടായിട്ടും കൺവേർട്ട് ചെയ്യാം. 50% ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇതിലേയും പോവും, 50% ഇൻറ്റൻസിറ്റി നേരെ ഇങ്ങനെയും പോവും. അതാണ് ബീം സ്പ്ലിറ്ററിൻ്റെ യൂസ്. അപ്പോൾ ഇതിലേ പോകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, റഫറൻസ് ലൈറ്റ് എന്ന് പറയും. റഫറൻസ് ലൈറ്റാണ് ഈ OFCയിലൂടെ വരുന്നത്. അത് നേരെ എങ്ങോട്ട് എത്തുന്നുണ്ട്, കമ്പരേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്. കമ്പരേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റൻസിറ്റിയാണ്. ആ ഇൻറ്റൻസിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കമ്പരേറ്റർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലേസർ ലൈറ്റിൽ നിന്നും വരുന്ന ലൈറ്റ് ഈ ഒരു റഫറൻസ് കേബിൾ വഴി, റഫറൻസ് ഒപ്റ്റിക് ഫൈബറിൽ വഴി എവിടെ എത്തുന്നുണ്ട്, കമ്പരേറ്ററിലേക്ക് എത്തുന്നുണ്ട്. ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി I1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, അല്ലെങ്കിൽ I1 ആണെന്ന് നമ്മൾ എഴുതി വെച്ചു. നെക്സ്റ്റ് എന്താ വരുന്നത്, ബാക്കി 50%ഓളം ലേസർ ലൈറ്റ് ഏതിലൂടെ വരുന്നത്, അത് ഈ ഒരു OFC ഈ പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്ത് വരുന്നത്. ആ വരുന്ന പാത്തിൽ നമ്മൾ മൈക്രോ ബെൻഡിങ്സ്, അതായത് രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട്. ആ രണ്ട് ബോക്സിന്റെ ഒരു എൻഡ് ഇങ്ങനെ ഗ്രൂവ്സ് ആയിട്ട് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് കുറച്ച് ഇങ്ങനെ കൊത്തി വെച്ച പോലെ ഗ്രൂവ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്, മൈക്രോ ഗ്രൂവ്സ്. എന്നിട്ട് അതൊരു ഗ്യാപ്പിൽ കുറച്ച് ഫൈബർമ ടച്ച് ചെയ്തിട്ടല്ല, കുറച്ചൊരു ഗ്യാപ്പിൽ, ചെറിയൊരു ഗ്യാപ്പിൽ നമ്മളിങ്ങനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിലേയും വരുന്ന ലൈറ്റ് ഈ ഒപ്റ്റിക് ഫൈബറിലൂടെയും വരുന്ന ലൈറ്റ് എവിടെ എത്തുന്നുണ്ട്, കമ്പരേറ്ററിൽ എത്തുന്നുണ്ട്. അതിന്റെ ഇന്റൻസിറ്റി I2 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മൈക്രോ ഗ്രൂവ്സ് നമ്മളെ ഫൈബറിനെ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഇതിലെ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും I1 ആണ്. ഇതിലെ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I2 ആണെങ്കിൽ ഈ I1 ഉം I2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം ബീം സ്പ്ലിറ്റർ ഇതിനെ 50% ആയിട്ട് രണ്ടടി ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തത്. രണ്ട് ഇന്റൻസിറ്റിയും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ I2 മൈനസ് I1 അല്ലെങ്കിൽ I1 മൈനസ് I2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിട്ട് കിട്ടും ആ കേസിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബ്ലോക്കിന് പ്രഷർ കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, നന്നായിട്ട് അങ്ങ് ഫോഴ്സ് കൊടുക്കുക. ഇങ്ങനെ അങ്ങ് ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താവും, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതെന്താവും, ഇങ്ങനെ അടുത്ത് വരുമ്പം ഈ ഗ്രൂവ്സ് നമ്മളെ ഫൈബറിനെ ഇങ്ങനെ ജാം ആക്കും. ഫൈബർ അതിൻ്റെ ഇടയിൽ കിടന്ന് ജാം ആവുന്ന സമയത്ത് നമുക്കറിയാം ഫൈബർ കൺസ്ട്രക്ട് ചെയ്തത് വേരിയിങ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. അതായത് കോർ ക്ലാഡിംഗ് എന്ന് പറഞ്ഞ പാർട്സ് അതിനുണ്ട്. നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫൈബറിന്റെ പാർട്ടുകൾ ചില ഭാഗങ്ങൾ നന്നായിട്ട് പ്രഷർ വരും. അങ്ങനെ പ്രഷർ വരുന്ന സമയത്ത് അവിടുത്തെ ഡെൻസിറ്റി വേരി ചെയ്യും. ഡെൻസിറ്റി വേരി ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യും. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്താൽ നമ്മളുടെ ഫൈബറിന്റെ കണ്ടീഷൻ ആയിരുന്നു N1 ഗ്രേറ്റർ ദാൻ N2 എന്ന് പറഞ്ഞ കണ്ടീഷൻ മസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യണം എന്നുള്ളത്. എങ്കിൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇതല്ലാത്തൊരു കേസ് ചില പാർട്ടുകളിൽ വരും. ചിലപ്പം ഇത് തിരിച്ചു വരും, N1 ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കില്ല, N1 ലെസ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കൂല. ലൈറ്റ് ക്ലാഡിങ്ങിലൂടെ പുറത്തോട്ട് അങ്ങ് ലോസ് ആയിട്ട് പോകും. അപ്പോൾ എന്ത് വരും, സം പെർസെൻറ്റേജ് ഓഫ് ലൈറ്റ് ഇവിടുന്ന് ഈ ഒരു ബെൻഡിങ് കാരണം അവിടുത്തെ പ്രഷർ ആ ഒരു പോയിന്റിൽ എവിടെയാണോ ബെൻഡിങ് വരുന്നത്, എവിടെയാണോ ഫൈബറിന്റെ ഏത് പോയിന്റിലാണോ ഫൈബർ ജാം ആവുന്നത് അവിടെ പ്രഷർ കൂടുകയും അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുകയും ആ പൊസിഷനിലൂടെ ലൈറ്റ് പുറത്തോട്ട് ക്ലാഡിങ്ങിലേക്ക് റിഫ്രാക്ഷൻ വഴി ലൈറ്റ് ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ എന്ത് വരും, ഈ I2 എന്ന് പറഞ്ഞ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയും.
എത്രത്തോളം കുറയും? അത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് പ്രൊപ്പോർഷണലായിരിക്കും. ആയിരിക്കില്ലേ? നമ്മൾ എത്ര കൊടുക്കുന്നോ അത്രയും ലൈറ്റ് ഇവിടുന്ന് പുറത്തോട്ട് ലോസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കുറയും. അപ്പോൾ ആദ്യമേ ഉള്ള ഇന്റൻസിറ്റിക്ക് ഒരു വേരിയേഷൻ ഇല്ല, കാരണം അത് ഡയറക്റ്റ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ ഇന്റൻസിറ്റി വേരിയേഷൻ കമ്പറേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ I2 - I1 ≠ 0 ആയിരിക്കും. അപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. ആ ഡിഫറൻസ് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സിന് പ്രൊപ്പോർഷണലായിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇന്റൻസിറ്റി ഡിഫറൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു? ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ റിലേഷൻ നമുക്ക് പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്റൻസിറ്റി മോഡുലേറ്റർ സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഫോഴ്സ്, പ്രഷർ, സ്ട്രെസ്, സ്ട്രെയിൻ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഭാഗം. ദെൻ രണ്ടാമത്തെ പാർട്ടാണ് സെക്കൻഡ് ഫിഗർ. സെക്കൻഡ് ഫിഗറും സെയിം ഫിഗർ തന്നെ. നിങ്ങളിത് രണ്ടായിട്ട് പഠിക്കേണ്ട, ഒരെണ്ണം പഠിക്കുക, അതിൽ ചേഞ്ച് എന്താ നോക്കുക. ഇവിടെ ലേസർ സോഴ്സ് ഉണ്ട്, ഇവിടെ ലേസർ സോഴ്സ് ഉണ്ട്, ബീം സ്പ്ലിറ്റർ രണ്ടിലും ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം OFC ആണ്. ഈ OFC എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇവിടുന്ന് വരുന്നത് റഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ആ റഫറൻസിൽ വരുന്ന ലൈറ്റ് നേരത്തെ നമുക്ക് ഇവിടെ കമ്പറേറ്റർ ആയിരുന്നു, ഇവിടെ ഫേസ് ഡിറ്റക്ടർ ആണ്. ഫേസ് മോഡുലേറ്റർ സെൻസറിൽ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ഫേസ് ഡിറ്റക്ടർ ആണ്. അതായത് ഫേസ് ഡിഫറൻസ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? ഇന്റൻസിറ്റി ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫേസ് ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് θ2 - θ1. ഇതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫേസ് ഡിറ്റക്ടറിലൂടെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ പാത്രത്തിൽ ഇവിടെ മൈക്രോ ബെൻഡിങ്സ് ആണ് വെച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് ആണ് വെക്കുന്നത്. കാരണം ഈ ഡിവൈസ് യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കാം. നമുക്ക് ലേസർ ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ OFC വഴി നേരെ എങ്ങോട്ട് എത്തുന്നുണ്ട്? ഫേസ് ഡിറ്റക്ടറിലോട്ട് എത്തുന്നുണ്ട്. ആ വേവിന് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഒരു ഫേസ് ആംഗിൾ ഉണ്ടാവും. ആ ഫേസ് ആംഗിൾ നമ്മൾ θ1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്കറിയാം ഒരു വേവിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഫേസ് പാർട്ടും ഉണ്ട്. അപ്പൊ ആ ഫേസ് പാർട്ട് നമ്മൾ θ1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് എത്തുന്ന ലൈറ്റിന്റെ ഫേസ് ആംഗിൾ ആണ് θ1. ഇനി ബാക്കി 50% ബീം സ്പ്ലിറ്റർ വഴി ബീം സ്പ്ലിറ്റർ സ്പ്ലിറ്റ് ചെയ്യുന്ന ബാക്കി 50% എങ്ങോട്ടേക്കാണ് പോകുന്നത്? നേരെ ഈ ഹീറ്റിംഗ് എലമെന്റിന്റെ അകത്തുകൂടെയാണ് നമ്മൾ ഒപ്റ്റിക് ഫൈബറിനെ ഇവിടെ എന്ത് ചെയ്തത്, അകത്തുകൂടെ ഇങ്ങനെ വെച്ചിട്ട് നേരെ അത് എങ്ങോട്ട് എത്തുന്നുണ്ട്? ഫേസ് ഡിറ്റക്ടറിലേക്ക് എത്തുന്നുണ്ട്. ഹീറ്റിംഗ് പോലെ എലമെന്റ് അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നുമില്ല. രണ്ടിലെയും നിങ്ങൾ θ1 θ2 മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ θ1 θ2 ഈക്വൽ ആയിരിക്കും. അതിന്റെ ആൻസർ എന്തായിരിക്കും? θ2 - θ1 നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ആൻസർ 0 എന്നായിരിക്കും കിട്ടുക. കാരണം രണ്ട് ഈക്വൽ ആയിരിക്കും ഫേസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റിംഗ് എലമെന്റിന്റെ ഇവിടത്തേക്ക് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുക. ഹീറ്റിംഗ് എലമെന്റിന്റെ അവിടത്തേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? ഹീറ്റ് അപ്ലൈ ചെയ്യുക. അതിനെ ചൂടാക്കുക. അതിനെ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിനെ ചൂടാക്കുന്ന സമയത്ത് ഇതിന്റെ അകത്തു കൂടെയുള്ള ഫൈബർ ചൂടാവും. ഫൈബർ ചൂടാവുമ്പോൾ ഫൈബറിന്റെ ലെങ്ത്തിൽ വേരിയേഷൻ വരും, ഇലോങ്ങേറ്റ് ചെയ്യും, ഇല്ലേ? ഒപ്റ്റിക് ഫൈബർ അല്ലേ, അത് ഫൈബർ കൊണ്ടും അല്ലെങ്കിൽ ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ചൂടാവുന്ന സമയത്ത് അതൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും. ആ ഇലോങ്ങേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് കുറേയും കൂടി ദൂരം ട്രാവൽ ചെയ്യേണ്ടി വന്നു. ഫൈബർ നീളം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് കുറച്ചും കൂടെ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ θ2 എന്ന് പറയുന്ന വാല്യൂ ആദ്യത്തെ θ1 ആയിരിക്കില്ല. ചെറിയൊരു ചേഞ്ച് അവിടെ വന്നു. അതായത് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ എന്ത് കൂടും? ഫേസ് ലെങ്ത് കൂടും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പാത്ത് ലെങ്ത്തും ഫേസ് ലെങ്ത്തും തമ്മിൽ ഫേസ് ഡിഫറൻസ് തമ്മിലുള്ള റിലേഷനാണ് 2π/λ × Δx എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഇവിടെ പാത്ത് ലെങ്ത് വേരി ചെയ്ത് അവിടെ എന്ത് വേരി ചെയ്യും? ഫേസ് വേരി ചെയ്യും. അപ്പൊ θ2 എന്ന് പറയുന്നത് വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? θ2 - θ1 മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അത് 0 അല്ല. ആ വാല്യൂ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യും? θ2 - θ1ന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇത് രണ്ടും ആപ്ലിക്കേഷൻ. ഫസ്റ്റ് കേസിൽ നമ്മൾ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ മെഷർ ചെയ്യുന്നു. അവിടെ മൈക്രോ ബെൻഡിങ്സ് ആണ് ഉള്ളത്. അവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസ് കമ്പറേറ്റർ ആണ്, ഇന്റൻസിറ്റി കമ്പയർ ചെയ്യാനുള്ള ഡിവൈസ് ആണ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. അവിടെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്ന ഫേസ് ഡിറ്റക്ടർ ആണ്. ഫേസ് വാല്യൂ ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. പിന്നെ അവിടെ വരുന്നത് ഇവിടെ ഒരു ഹീറ്റിംഗ് എലമെന്റ് ആണുള്ളത്. ആ ഹീറ്റിംഗ് എലമെന്റിനെ ചൂടാക്കുകയാണുള്ളത്. ഇത്രയാണ് ഈ രണ്ട് സെൻസറും വരുന്നത്. ഇനി ബാക്കി ആപ്ലിക്കേഷൻസ്, മെഡിക്കൽ ആപ്ലിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ നോട്ടിലുണ്ടാവും. അതിൽ മെഡിക്കൽ ആപ്ലിക്കേഷനൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മതി. നമുക്കറിയാം ഫൈബർ എൻഡോസ്കോപ്പിയിലും അതുപോലെയുള്ള എൻഡോസ്കോപ്പിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്
ഈ ഒപ്റ്റിക് ഫൈബറാണ്. ഒരുപാട് ആപ്ലിക്കേഷൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് സെൻഡ് ചെയ്യണമെങ്കിലും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും ഡയഗ്നോസിസ് വേണ്ടിയിട്ടൊക്കെ ഉള്ളിലേക്ക് സെൻഡ് ചെയ്യുന്ന ക്യാമറയാണെങ്കിലും അല്ലെങ്കിൽ ഓരോ സർജറിക്ക് കീഹോൾ സർജറിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് വായിക്കുക. എന്താണെങ്കിലും ഈ മൊഡ്യൂൾ ഫൈബർ ഒപ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ.